ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഈസി ആയിട്ടൊരു മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. ഭയങ്കര ഈസിയാണേ. അതിന് 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് സവോള, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു മുറി തേങ്ങ. ഇത് ഫുള്ള് വേണ്ട. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുവേ. നേരത്തെ കാണിച്ച ആ ഒരു സവോളയുടെ പകുതിയും ഇഞ്ചിയും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും 2 പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ച ഒരു മുറി തേങ്ങ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു കുറച്ച് ചിരകിയാൽ മതി. ഒരു 3 സ്പൂണൊക്കെ ഇത് കാണും. പിന്നെ നമ്മൾ നോർമൽ ഓംലെറ്റ് അടിക്കില്ലേ, അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഈസിയാണ്. ഓംലെറ്റ് അടിക്കാൻ കുഞ്ഞു മക്കൾക്ക് വരെ അറിയാമല്ലേ. അപ്പോൾ 2 മുട്ട എടുത്തു, അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്തു. പിന്നെ നമ്മുടെ തേങ്ങ ചേർത്തു. തേങ്ങ ഒരു 3 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ചെടുത്താൽ മതി. തേങ്ങ അധികം ഇട്ടതിൻ്റെ ആ ടേസ്റ്റ് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തേങ്ങ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലിടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക, ഉപ്പ് പാകത്തിന്. എനിക്ക് കൈയളവാണ്, അതുകൊണ്ടാണ് ഞാൻ കൈവച്ചിട്ടത്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഓംലെറ്റിൻ്റെ പോലെ ആക്കുക. എന്നിട്ട് ചീനച്ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സ്ഥിരം തോരന് ചെയ്യണ പോലെ. പിന്നെ ഈ ഓംലെറ്റിന് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്റർ നമ്മൾ ചീനച്ചട്ടിയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആദ്യം ഒരു കുഴഞ്ഞ പോലെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി തോന്നുന്നുണ്ടെങ്കിലും ഇത് നല്ല ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടുതലുണ്ടാവും കേട്ടോ. 2 മുട്ടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് 2 പേർക്കൊക്കെ കഴിക്കും. ഒരു മുട്ട എടുത്താൽ തന്നെ 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടത്തോരൻ. ഈസി അല്ലേ? അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.